വൈസ് വില്ലേഴ്സ് കേരളത്തിൽ സ്കൂൾ തലത്തിൽ നടത്തിയ ക്വിസ് കോമ്പറ്റീഷനിൽ കുറവിലങ്ങാട് നസ്രത്ത് ഹിൽ ഡീപ്പോൾ പബ്ലിക് സ്കൂൾ ജേതാക്കളായി. കേരളത്തിൽ സ്കൂൾ കുട്ടികളുടെ അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിനായിട്ടാണ് ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചത്. വിവിധ സ്കൂളുകളിൽ നിന്നായി 1314 പേർ പങ്കെടുത്തതിൽ കുറവിലങ്ങാട് നസ്രത്ത് ഹിൽ ഡീപ്പോൾ പബ്ലിക് സ്കൂൾ ജൂനിയർ കോളേജിലെ ജോവിൻ അനീറ്റ് കുര്യാസ് 1ാം സ്ഥാനവും അതേ സ്കൂളിലെ നിഖിത പ്രകാശ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. എല്ലാ മാസവും വൈസ് വില്ലേജ് സ്കൂൾ തലത്തിൽ ക്വിസ് കോമ്പറ്റീഷൻ നടത്തിവരുന്നുണ്ട്. വൈസ് വില്ലേജ് പ്ലാറ്റ്ഫോമിൽ ഫ്രീയായി രജിസ്റ്റർ ചെയ്ത് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാമെന്ന് MD ചന്ദ്രബാബു പറഞ്ഞു. കുറവിലങ്ങാട് നസ്രത്ത് ഹിൽ ഡീപ്പോൾ പബ്ലിക് സ്കൂളിൽ നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഫാദർ സെബാസ്റ്റ്യൻ പൈനാപ്പിളിൽ വിജയികൾക്ക് മൊമെന്റോയും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. വൈസ് പ്രിൻസിപ്പൽ സോണിയ തോമസ്, വൈസ് വില്ലേജ് MD ചന്ദ്രബാബു എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഡീപ്പോൾ പബ്ലിക് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന്റെ ദിവസമാണെന്ന് വൈസ് വില്ലേജ് നാഷണൽ ലെവലിൽ നടത്തിയ ക്വിസ് കോമ്പറ്റീഷനിൽ 1134 കുട്ടികൾ പങ്കെടുത്ത ഈ മത്സരത്തിൽ, ഓൺലൈൻ മത്സരത്തിൽ ഡീപ്പോൾ പബ്ലിക് സ്കൂളിലെ ജെവിൻ അനിറ്റ് കുര്യാസ് 1ാം സ്ഥാനവും നിഖിത പ്രകാശ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. കുട്ടികളിലുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് വൈസ് വില്ലേജ്. ഇത്തരത്തിലുള്ള മത്സരങ്ങൾ കുട്ടികളെ കൂടുതൽ ബൌദ്ധികമായ ലെവലിൽ ഉയർത്തുവാൻ സഹായിക്കുന്നതാണ്. ഡീപ്പോൾ പബ്ലിക് സ്കൂളിലെ കുട്ടികൾ എന്നും അക്കാഡമിക് ആൻഡ് നോൺ അക്കാഡമിക് ലെവലിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നവരാണ്. അവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ഇത്തരത്തിലുള്ള മത്സരങ്ങൾ ഇനിയും സഹായിക്കുമെന്നതിൽ സംശയമില്ല.